ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും ഇന്ന് രാത്രി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും പിന്നീട് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. കുറേ മലയാള സിനിമകളുടെയൊക്കെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു തമിഴ് ത്രില്ലർ മൂവിയാണ്. റഹ്മാനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത അഞ്ചാമൈ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴി ഒരു സിനിമ ജൂലൈ മാസം 19 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുക. അടുത്തത് തമിഴിൽ നിന്ന് റിലീസ് ചെയ്ത ഒരു സിനിമയാണ് ഹോട്ട്സ്പോട്ട് എന്ന സിനിമ. ഇതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്ത സിനിമയാണ്. നേരത്തെ വന്നിരുന്നു തമിഴ് സിനിമ. ഇപ്പോൾ തെലുങ്ക് ഭാഷയിൽ ഇന്ന് രാത്രി ആഹാ തെലുങ്ക് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഈ ഒരു സിനിമ രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു തെലുങ്ക് സീരീസ് ആണ്, ഒരു ഡ്രാമ വിവാദപ്പെട്ട സീരീസ് ആണ്. ബഹിഷ്കരണ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. അഞ്ജലി അതുപോലെ തന്നെ രവീന്ദ്ര വിജയൊക്കെ പ്രധാന വേഷം കൈകാര്യം ഒരു തെലുങ്ക് സീരീസ് ആണ്. C5 വഴി ഈ ഒരു സീരീസ് ജൂലൈ മാസം 19 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ഭാഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഒരു ആനിമേഷൻ ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. കുങ്ഫു പാണ്ട 4 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ്, ജിയോ സിനിമ, ആമസോൺ പ്രൈം എന്നീ OTT പ്ലാറ്റ്ഫോം വഴി ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു പിന്നെ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു സിനിമ. കുങ്ഫു പാണ്ട എന്ന സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഓക്കെ, അടുത്തത് ഇപ്പോൾ റിലീസ് ചെയ്തൊരു തമിഴ് സിനിമയാണ്. ഒരു ഡ്രാമ ആക്ഷൻ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. കാടുവെട്ടി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് മനോരഥങ്ങൾ എന്ന് പറഞ്ഞൊരു ആന്തോളജി മൂവിയാണ്, ആന്തോളജി സീരീസ് ആണ്. MTയുടെ കഥകളെ ആസ്പദമാക്കി വരുന്ന ഒരു ആന്തോളജി സീരീസ് ആണ്. 9 കഥകൾ അടങ്ങുന്ന ഒരു ആന്തോളജി സീരീസ് ആണ് മനോരഥങ്ങൾ എന്ന് പറഞ്ഞ സീരീസ്. ഇന്നലെ ട്രെയിലർ റിലീസ് ചെയ്തു. ആഗസ്റ്റ് മാസം 15 C5 വഴിയാണ് ഈ ഒരു ആന്തോളജി സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ടാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഓക്കെ, അടുത്തത് ഇനി നമുക്ക് മനോരമ മാക്സ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന കുറേ സിനിമകളുടെ ഒരു അപ്ഡേറ്റുകൾ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. അതിലൊന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് കെയർടേക്കർ ആണ്. നമ്മുടെ ദിലീപേട്ടൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ജൂലൈ മാസം 26 ഈ സിനിമ മനോരമ മാക്സ് വഴി പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് മീന പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു മലയാള സിനിമയായിരുന്നു ആനന്ദപുരം ഡയറീസ് എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സിൽ ഈ ഒരു സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആഗസ്റ്റ് മാസത്തിൽ നമുക്ക് ഈ ഒരു സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് സ്വകാര്യം സംഭവ ബഹുലം എന്ന് പറഞ്ഞൊരു മലയാള സിനിമയാണ്. ഈ സിനിമയുടെയും കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളൊക്കെ മനോരമ മാക്സിൽ വന്നിട്ടുണ്ട്. ആഗസ്റ്റ് മാസത്തിൽ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത നമ്മുടെ ബിജു മേനോനും അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂടും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത നടന്ന സംഭവം എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ ഒരു സിനിമയും മനോരമ മാക്സ് വഴി തന്നെയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളൊക്കെ മനോരമ മാക്സിൽ റിലീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 സിനിമകൾ, അതായത് കെയർടേക്കർ, ആനന്ദപുരം ഡയറീസ്, സ്വകാര്യം സംഭവ ബഹുലം എന്ന് പറഞ്ഞ ഈ 3 സിനിമകളുടെ റിലീസിന് ശേഷം മാത്രമേ നടന്ന സംഭവം എന്ന് പറഞ്ഞ സിനിമ നമുക്ക് മനോരമ മാക്സിൽ ആസ്വദിക്കാൻ കഴിയുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആഗസ്റ്റ് മാസത്തിലോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലേക്ക് നീണ്ടുപോകുമെന്ന് അറിയില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. കമ്മിങ് സൂൺ പോസ്റ്റർ വന്നതുകൊണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. ഇത്രയും സിനിമകൾ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ് മനോരമ മാക്സിൽ ഇപ്പോൾ ഒഫീഷ്യലി കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തു വന്നിട്ടുള്ള മലയാള സിനിമകളായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു ലിസ്റ്റിലേക്ക് സിനിമകൾ കാണുന്ന നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും